സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ വ്യാജ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നതായി പരാതി. മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ വോട്ടർമാരിൽ നിന്നും ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങി. വ്യാജ ഫോമുകളുടെ വിതരണത്തിന് പിന്നിൽ CPM ആണെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. വിവരശേഖരണം മാത്രമാണ് നടത്തിയതെന്ന് CPM പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എന്താണ് ഈ തട്ടിപ്പ്? വോട്ടർമാരിൽ നിന്ന് ഫോം പൂരിപ്പിച്ച് വാങ്ങി അത് വ്യാജ ഫോമാണെന്നാണ് കാണുന്നത്. പിന്നിൽ CPM എന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. വ്യാജ ഫോം നൽകിയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ CPM-ന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത് എന്നാണ് ലീഗ് ആരോപിക്കുന്നത്. വോട്ടർമാരിൽ നിന്നാണ് ഈ വ്യാജ ഫോം ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ജംഷീർ ചേരുന്നുണ്ട്. ജംഷീർ, ഇതെന്താണ്, എങ്ങനെയാണ് തട്ടിപ്പ്? അതിനായി സർക്കാർ പ്രഖ്യാപിച്ച ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഒരു ഫോം, അതായത് ഈ പെൻഷൻ വാങ്ങാനുള്ള ഫോം എന്ന പേരിലാണ് ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഫോമുകൾ വീട്ടിൽ കൊണ്ടുവന്ന് സ്ത്രീകളെ കൊണ്ട് പൂരിപ്പിച്ച് വാങ്ങിച്ചതായി പരാതിയുള്ളത്. ഈ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രമാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ, 1000 രൂപ ഉൾപ്പെടെയുള്ളവ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ പല സ്ത്രീകളിൽ നിന്നും ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങി, വീട്ടിൽ വന്ന് ഫോം പൂരിപ്പിച്ച് വാങ്ങി എന്നുള്ളതാണ് ആക്ഷേപമായി ഉയരുന്നത്. പ്രത്യേകിച്ച് വഴിക്കടവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വ്യാപകമായി ഇത്തരത്തിൽ CPM-ന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ഫോം പൂരിപ്പിച്ച് നൽകിയത്. അതായത് ഒരു പദ്ധതി പ്രഖ്യാപനം മാത്രം നടന്ന ഒരു പദ്ധതിയുടെ പേരിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നു, ആ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ പൂരിപ്പിക്കണമെന്ന് പറഞ്ഞൊരു ഫോമുമായി ഈ ആളുകൾ വീട്ടിൽ വന്നു എന്നുള്ളതാണ് പരാതി ഉയരുന്നത്. ലീഗ് ആരോപിക്കുന്നത് CPM പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. ഈ നമുക്കറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി ലീഗ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമായി ഇതിനെ കണക്കാക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക എന്നുള്ളതാണ്. ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ്. ഏത് തരത്തിൽ, അതായത് ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായി ഈ പദ്ധതിയുടെ മറ്റു കാര്യങ്ങളൊന്നും വരാതെ എങ്ങനെയാണ് ഈ പ്രാദേശികമായി ഇത്തരത്തിൽ CPM പ്രവർത്തകർക്ക് ഈ ഫോം കിട്ടിയത്? ഈ വ്യാജമായ ഒരു ഫോം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതെന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അതേസമയം പ്രാദേശികമായി CPM നേതൃത്വം അല്ലെങ്കിൽ പറയുന്നത് തങ്ങൾ അത്തരത്തിൽ ഒരു കാര്യമല്ല ചെയ്തത്. അതായത് വിവരശേഖരണം, അതായത് ഇത്തരത്തിലുള്ള എത്ര സ്ത്രീകളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ചൊരു വിവരശേഖരണം മാത്രമാണ് നടത്തിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും വലിയ ഒരു ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം നടന്നു എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്.